ഹലോ, ജിനിലാണേ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഒരു ഫുൾ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുൾ വ്ളോഗ് യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഷോപ്പിലേക്ക് പോകണമെങ്കിൽ. ക്യൂർ പിപ്പ് എന്ന് പറയും. ക്യൂർ പിപ്പ് അതിന് കുറേ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്, പക്ഷേങ്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അത് ക്യൂർ പിപ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. മൗറീഷ്യസിലൊരു മെയിൻ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴി അത് കണ്ടോ, അവിടെ ഒരു ടവറിനും തെങ്ങിനും കൂടെ ക്രോസ് ആയ പോലെ ഒരു സാധനം. ഈ കാണുന്നതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ അതുപോലെ പെട്ടികൾ പോലെ കുറച്ച് വീടുകളൊക്കെ കാണാം. വീടുകളൊക്കെ നൈസാണ്. അങ്ങൊരു മല കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറേ കടലാണ് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കാണാം. ഇവിടെ ഇതാ ട്രാക്ടർ, പുല്ലും പഴയ കൃഷികളൊക്കെയാണ്. അത് ഉണങ്ങിപ്പോയതാണ്. അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് മണ്ണ് ഇങ്ങനെ ഉഴുത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അതുപോലെ ഇവിടെ ക്യാരറ്റ് കൃഷിയായിരുന്നു. ഞാൻ ഒരു 2 ദിവസം മുന്നേ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ക്യാരറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് അടിച്ച സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ പന പോലെയൊക്കെ തോന്നും, പക്ഷെങ്കിൽ അത് ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നു കേട്ടോ. സംഗതി ടവറാണ്. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഏരിയ കണ്ടാൽ കറക്റ്റ് ഒരു ബാംഗ്ലൂർ ഒക്കെ പോലെ തോന്നിക്കുന്ന സ്ട്രീറ്റുകളൊക്കെയാണ്. ഞാൻ കുറച്ച് അകത്തേക്കാണ്. ഇച്ചിരി ടൗണിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ടൗണും കാര്യങ്ങളും ഒക്കെയാണ്. മെട്രോ സൗകര്യം, ബസ്, ടാക്സികളിലൊക്കെ എല്ലാം ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തേക്ക് ഓരോ വണ്ടികൾ. എടുത്ത് പറയാനുള്ളത് ഇതാണ്, എന്താണ് വണ്ടി എന്നാ തുക്കട വണ്ടിയാണേലും എക്സോസ്റ്റും അതുപോലെ അലോയ് വീലും അതിവിടെ മെയിനായിട്ടുണ്ടാവും കേട്ടോ. നൈസ് ബ്രോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ MBD എടുത്ത് എറിയാൻ തോന്നും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. പ്ലാവുണ്ട്, ഇപ്പോഴും ഇവിടെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. കപ്പ, ചീനി, ചേമ്പ്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കുറച്ചേക്ക് വന്നപ്പോൾ തന്നെ അടുത്ത് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും. ചുണ്ടൊക്കെ വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. അതുപോലെ ചെറിയ ഉപ്പ് കാറ്റാണ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഹൈറ്റുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് കാറ്റ് ഭയങ്കര കൂടുതലാണ്. തണുപ്പുണ്ട് ഇവിടെ. ഈ കാണുന്നതാണേ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന ടെമ്പിള്. ഇത്തവത്തേക്ക് സൂര്യൻ എൻ്റെ ബേക്കിലായിപ്പോയേ. അതുകൊണ്ട് ഇനി ഞാൻ എന്നെ കാണിക്കുന്നില്ല. സൗന്ദര്യമൊക്കെ പോയി ഗൈസ്. ഉപ്പുകാറ്റും കൂടെ ആയതുകൊണ്ട് എത്ര വെളുത്തം വന്നാലും ഇവിടെ കറുത്തിരിക്കും കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനമുണ്ടേ. ഒരു വോൾക്കാനം ഉണ്ട്. ഇതിലേക്കൂടെ നേരെ മേലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസം സ്പോട്ട് കൂടെയാണ്. അടിപൊളിയാണ്. ഇതിലെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനതിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മൗറീഷ്യസിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് നെഗറ്റീവ് അടിച്ചേ. നാട്ടിലുള്ള കുറച്ച് പേരൊക്കെ പറഞ്ഞു എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പോയെന്നൊക്കെ ചോദിച്ചു. പണ്ടൊക്കെ നമ്മൾ മാൾട്ടയിൽ പോകുമായിരുന്നില്ല ആൾക്കാർ, അവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പാത്ത് വേ ആണ് മൗറീഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് വിസ റിജക്ഷൻസ് ഇല്ലാത്ത കൺട്രികളുണ്ട്, ഇറ്റലി, ഫ്രാൻസ് അങ്ങനെയൊക്കെ. അപ്പം അത് മനസ്സിൽ കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്ക്. ഞാനിപ്പം സ്റ്റഡി വിസയിൽ വന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. വർക്കും ഇവിടെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. പിന്നെ ചിലവൊക്കെ കുറവാണ്. എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൗറീഷ്യസ് ചൂസ് ചെയ്യാൻ കാരണമേ. ഇവിടുത്തെ ബസ് സർവീസ് ഇങ്ങനെ ഒരുപാട് ബസ് ഇവിടെ കാണാം കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഒരു കുഞ്ഞു കടയാണ്. അത്യാവശ്യം വെജിറ്റബിൾ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുമേ. ഇത് എൻ്റെ റൂമിൻ്റെ അടുത്തുനിന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറച്ചടുത്താണ്. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ്. ഇവിടെ ഒരു
നീറ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്താലും അവർ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് ദൂരത്ത് തന്നെ അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അത് എത്ര കള്ള് കുടിച്ചിട്ട് പോകുന്നതിനായാലും ശരി, ബസ്സാണെങ്കിലും ശരി, എന്തായാലും ശരി, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ദൂരെയായിട്ട് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എതിരെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിലും റോഡിന് സൈഡുണ്ടാവും, കയറിപ്പോവാം. എന്നാൽ തന്നെ എതിരെ വരുന്ന വണ്ടിക്കാർ സൈഡാക്കി കൊടുക്കും. ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ഈ അടുത്ത വണ്ടി പോകുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നീറ്റാണ് ഇവിടുത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് എനിക്ക് ഇവിടുത്തെ ക്യൂർ പീപ്പിലുള്ള മാർക്കറ്റിലേക്ക് പോകാനുള്ളൊരു എളുപ്പ വഴിയാണ്. മെയിൻ റോഡ് ഇത് ആ കാണുന്നതാണ്. ഇതാണ് എനിക്ക് ഇതിലുള്ള ഷോർട്ട് കട്ട് കേട്ടോ. നേരത്തെ നമ്മൾ ടവറിനും പനയ്ക്കും തെങ്ങിനൊക്കെ ക്രോസ് കണ്ടില്ലേ, ഇപ്പം ഇത് വാഴയ്ക്കും തെങ്ങിനും ക്രോസായി. ഇവിടെ ഫുള്ള് ക്രോസാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ബൊഗൈൻവില്ല ഫുള്ള് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അങ്ങനെ ഞാനിപ്പം ഒരു 20 മിനിറ്റോളം 25 മിനിറ്റോളം നടന്നിട്ടുണ്ട്. ക്യൂർ പീപ്പ് സിറ്റിയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും അവരുടെ യൂണിഫോം, വണ്ടികളൊക്കെ ഭയങ്കര നീറ്റാട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഇത് കണ്ടോ പോന്നേ, വിത്ത് സെല്ലാണ് വണ്ടി. നമ്മുടെ അവിടുത്തെ പോലെ ചില വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല, പെയിൻ്റ് ഇല്ല, നമ്പർ പ്ലേറ്റ് ഇല്ല, കോമഡി ആയിരിക്കും കേട്ടോ. പക്ഷെ ഇവിടുത്തെയൊക്കെ വണ്ടികൾ നോക്കി ഭയങ്കര നീറ്റാണേ. കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്താണ് എംടെല്ലിൻ്റെ ഓഫീസ്. എംടെൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ സിമ്മാണ്. ഞാൻ എംടെല്ലാണ് സിം എടുത്തേക്കുന്നത്. ഒരു 100 രൂപയാവുള്ളൂ സിമ്മിന്. അതുപോലെ ഒരു 7 ദിവസത്തേക്ക് റീചാർജ് ഫ്രീ ആയിരിക്കും. 7 GB പെർ ഡേ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് മെഡിക്കൽ എടുക്കാനാട്ടോ പോകുന്നത്. ഇവിടെ വന്നേ മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കോളേജിൽ കൊണ്ടുപോയി ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു. ചെസ്റ്റ് എക്സ്റേ, ഹെപ്പറ്റൈറ്റിസ് ബിയും HIV, ഇത് 3 കേട്ടോ എനിക്കിവിടെ നോക്കേണ്ടത്. എനിക്കൊരു 5 മിനിറ്റും കൂടി ഇവിടുന്ന് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഈ കാണുന്നതാണ് ക്യൂർ പീപ്പ് സിറ്റീൻ്റെ സെൻറ്റർ കേട്ടോ. നമുക്കിവിടെ ഒരു ചൈനീസ് മാർട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വില കുറച്ച് കിട്ടുമേ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. നമുക്കൊരുവിധം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുമേ. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ. ഞാനിവിടുന്നാണ് കോളേജിൽ പോകുന്നത്. ഇവിടുന്ന് മെട്രോയ്ക്ക് വേണം എനിക്ക് പോകാൻ വേണ്ടി. അതുപോലെ അവിടെയായിട്ട് ബസ് സ്റ്റാൻഡും ഉണ്ട്. എനിക്കിപ്പോൾ മെഡിക്കൽ എടുക്കാൻ പോകേണ്ടതും അങ്ങോട്ടേക്കാണ്. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. അങ്ങൊരു പച്ച ബോർഡ് കണ്ടോ, അതാട്ടോ എനിക്ക് മെഡിക്കൽ എടുക്കേണ്ട ഹോസ്പിറ്റൽ. ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോണേ. പക്ഷേ ചെറുതായിട്ട് പണി പാളിയാണ്. ഞാൻ ഇതിനകത്തായിപ്പോയി. ഇനിയിപ്പോൾ ഇത് എടുത്ത് ചാടുന്നത് തന്നെ കേസാവുമെന്നൊന്നും അറിയില്ല. ഇതിലെ ഫുള്ളും ചുറ്റും ഈ കമ്പിയാണ് കേട്ടോ. അയ്യോ. ഇനിയിപ്പം അതിലേക്കൂടെ പോയി വളഞ്ഞു വരണം. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാട്ടോ അവസ്ഥ. അങ്ങനെ ഞാനിവിടെ എത്തി ഗൈസ്. ഇനിയിപ്പം മെഡിക്കലൊക്കെ എടുത്തിട്ട് കാണാം കേട്ടോ. മെഡിക്കൽ എടുത്ത് കേട്ടോ. ഇതാ എന്നിട്ട് പഞ്ഞിയും വെച്ച് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. വിസ, പാസ്പോർട്ട്, ഇത് രണ്ടും മതിയായിരുന്നു മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്. ചെസ്റ്റ് എക്സ്റേ ഞാൻ ഇന്നലെ എടുത്തായിരുന്നു. ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ പാസ്പോർട്ട് മാത്രമേ ചോദിച്ചുള്ളൂ. ഇന്നിപ്പോൾ ഇത് രണ്ടും ചോദിച്ചു കേട്ടോ. രണ്ട് സ്ഥലത്തായതുകൊണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കേട്ടോ. ഇനിയിലത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പേനമാട്ടിൽ പോകണം. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. എന്നിട്ട് നേരെ റൂമിലേക്ക് പോവാണേ. ഒരു സാധനം കണ്ടു കേട്ടോ, കാണിച്ചു തരാവേ. ഇത് ഫുള്ള് മാനിറച്ചിയാട്ടോ. ഇതുണ്ടോ, മാനിറച്ചിയാണ്. 1 കിലോയ്ക്ക് 300 രൂപ. ഇങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇത് ഒറിജിനൽ ആട്ടോ. ഞാൻ ഇവരോട് ചോദിച്ചേ, ഞാൻ ആദ്യം ഓർത്തു എന്താണ് ഡെമ്മിയാണ്. പക്ഷെങ്കിൽ ഒറിജിനൽ മാൻകുഞ്ഞാട്ടോ. അവരോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നല്ല റെഡ് മീറ്റ് ആട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മീറ്റാണേ. ഇത് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. നമ്മുടെ അവിടെ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ,
നമ്മുടെ ചീനിയാണ് ഇരിക്കുന്നതൊക്കെ ചീനിയാണ്. ഇതേ ചക്ക ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇതാ കപ്പയുണ്ട്. വേറെന്താ ചക്കയൊക്കെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഫുൾ ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. ചേമ്പിതാ, മാങ്ങയുണ്ട്, വിവിധ എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുവേ. അങ്ങനെ ഞാൻ ചൈനീസ് മാർട്ട് എത്തിയേ. ആ കാണുന്നതാണ് ചൈനീസ് മാർട്ട്. സിഗ്നലിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി വെജിറ്റബിൾസ് തപ്പി നടക്കുവാണ്. ഇത് കണ്ടോ, ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ. ഈ ഇരിക്കുന്ന മൊത്തം എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്കിപ്പം 1-2 പച്ചക്കറി വേറെ കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാനുള്ളത്. അതുകൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. അത്യാവശ്യം പച്ചക്കറി എല്ലാം ഇവിടെ ഉണ്ടേ. ഇങ്ങനെ ഓരോ നോക്കി നടക്കും കേട്ടോ. ഉള്ളി വെളുത്തുള്ളി കിട്ടി. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കണം. ഇത്ര സാധനം കേട്ടോ ഞാൻ എടുത്തത്. ഇതിൽ ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, തക്കാളിയുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേങ്കിൽ ഇവിടെ 1 ലിറ്ററേ ഉള്ളൂ. എനിക്ക് 1 ലിറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇൻ്റർ മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അത്യാവശ്യം ഇതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെയും കൂടെ പോയി നോക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ ചെറുതുണ്ടാകും കേട്ടോ. ക്യൂർപിപ്പ് സിറ്റിയുടെ സെൻറ്ററിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ ഇത്. എല്ലാ പതാകകളുടെയും നടുക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അങ്ങനെ തലയെടുപ്പോടെ പറക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ഇൻ്റർ മാർട്ട്. ഇവിടെ ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് ആണോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവേ. അങ്ങനെ ഇൻ്റർ മാർട്ടിൽ പോയി അവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ. ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണേ. ഇത് കണ്ടോ, അവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റൂം അടുത്തെത്താനായി. ഒരു 2 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റൂമെത്തും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോട്ടോ. ഇനിയിപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കണം കേട്ടോ.